കാലവർഷമായി കഴിഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ സമയമാണ്. പക്ഷേ ആ സമയത്തൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശദമായി തന്നെ ചർച്ച ചെയ്തതാണ്. പത്തനംതിട്ട നഗരസഭ ഈ അതെന്താ എന്ന് തിരിച്ചു ചോദിക്കുന്ന മട്ടിലാണെന്ന് തോന്നുന്നു. ശേഖരിക്കുന്ന മാലിന്യം സംസ്കരിക്കാൻ കഴിയുന്നില്ല. പത്തനംതിട്ട നഗരസഭ നേരിടുന്ന വെല്ലുവിളി എന്താണ് എന്നുള്ളത് വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കണം. നഗരസഭ ബസ് സ്റ്റാൻഡിലെ ഉപയോഗിക്കാതെ കിടക്കുന്ന കടമുറിക്കുള്ളിലാണ് ഈ മാലിന്യമെല്ലാം കൊണ്ടുപോയി കൂട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ മാലിന്യ നഗരമായി മാറിയിരിക്കുന്ന പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ, ഇതിനെ അനാസ്ഥയെന്നൊന്നും പറഞ്ഞാൽ പോരാ, ഇതെന്താണ്, വിവരക്കേടാണോ, എന്താണ് ഈ കാണിക്കുന്നത് എന്ന് അവർ എന്താണ് അതിന് പറയുന്ന ഒരു വിശദീകരണം? സുജയ, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരസഭ ബസ് സ്റ്റാൻഡിന് സമീപത്താണ്. എൻ്റെ ഈ ഇടതുവശത്ത് കാണുന്നതാണ് നഗരസഭ ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് ഏതാനും ചുവടുകൾ വെച്ച് കഴിഞ്ഞാൽ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലം കാണാം. ഇത് നഗരസഭയുടെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ, അത് ഹരിതകർമ്മ സേനാംഗങ്ങൾ അത് ശേഖരിച്ച് വാഹനങ്ങളിൽ ഈ ഭാഗത്തേക്കാണ്, ഇവിടെയാണ്, ഈ കോമ്പൗണ്ടിനുള്ളിലാണ് ഇടുക. ഇവിടെ നിന്നും അത് പിന്നെ ഗ്രീൻ കേരള കമ്പനിയാണ് സംസ്കരിക്കുന്നതിനായി ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയാണ്. അല്പസമയം മുമ്പ് ഒരു വാഹനം നിറയെ മാലിന്യവുമായി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണുന്നത് മാലിന്യം ആ വാഹനത്തിൽ നിന്നും ഇറക്കി ഈ ഭാഗത്ത് അവിടെ കൂട്ടിയിടുന്നതാണ്. ഇനി ഇത്രയും മാലിന്യം ഇവിടെ നിന്നും മാറ്റി അത് സംസ്കരിക്കുന്നതിന് വേണ്ടി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതാണ് ഗ്രീൻ കേരള കമ്പനി ചെയ്യുന്നത്. പക്ഷേ ഇത് ഏറെ ദിവസങ്ങളിലായി ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. ഇങ്ങനെ ലോഡ് കണക്കിന് മാലിന്യമാണ് ഈ പത്തനംതിട്ട നഗരസഭാ ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്തുള്ള ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കുന്നത്. നമ്മൾ അല്പസമയം മുമ്പ് പത്തനംതിട്ട നഗരസഭാ ചെയർമാനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഗ്രീൻ കേരള കമ്പനി എല്ലാ ദിവസങ്ങളിലും വാഹനവുമായി ഇവിടെ എത്തുന്നുണ്ട്, ഇവിടെ നിന്ന് മാലിന്യം മാറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാഴ്ച കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് പത്തനംതിട്ട നഗരസഭ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ്. ഈയൊരു വെള്ളക്കെട്ടൊക്കെ കടന്നിട്ട് വേണം അപ്പുറത്തുള്ള നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കടമുറികൾ ആ ഭാഗത്തേക്ക് പോകുന്നതിനായിട്ട്. ഇപ്പോൾ നാം ദൃശ്യത്തിൽ കണ്ട ആ ഒരു ഇടത്ത് അവിടെ എല്ലാം മാലിന്യം നിറഞ്ഞു കഴിഞ്ഞു. ഇനി വേറെ സ്ഥലമൊന്നുമില്ല മാലിന്യം നിക്ഷേപിക്കാൻ. പക്ഷേ ഇപ്പോൾ വലിയൊരു പരാതിയും ഒപ്പം തന്നെ ഒരു ആരോപണം എന്ന് തന്നെ പറയാം. ഉപയോഗശൂന്യമായി കിടക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന കടമുറിക്കുള്ളിൽ പത്തനംതിട്ട നഗരസഭയുടെ നേതൃത്വത്തിൽ ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ എടുക്കുന്ന മാലിന്യങ്ങൾ ആ കടമുറിക്കുള്ളിൽ കൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആ ദൃശ്യം നമുക്ക് കാണാം. ഇതാണ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. പക്ഷേ ഇതിനും നഗരസഭയ്ക്ക് ഒരു ന്യായീകരണമുണ്ട്. ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാത്രമാണ്, അല്ലാതെ മറ്റ് മാലിന്യങ്ങളല്ല. അത് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നു. അത് എത്രയും വേഗം തന്നെ ഇവിടെ നിന്ന് മാറ്റും എന്നാണ് നഗരസഭ അധികൃതർ പറയുന്നത്. പക്ഷേ ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ ഇത് ധാരാളം ആളുകൾ, യാത്രക്കാരൊക്കെ വരുന്ന ഒരിടമാണ്. ഇങ്ങനെ ഒരു കടമുറിക്കുള്ളിൽ ഇത്തരം ഒരു സീൻ കാണുമ്പോൾ സാധാരണക്കാർക്ക് ഒരു ആശങ്കയുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം എല്ലായിടത്തും പകർച്ചവ്യാധികളാണ്. മഴക്കാലം, ഇനിയിപ്പോൾ കാലവർഷം വരാൻ പോകുന്നു. അപ്പോൾ എല്ലായിടങ്ങളിലും ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തകൃതിയായി നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ യാത്രക്കാരൊക്കെ വരുന്ന ഈ പത്തനംതിട്ട നഗരസഭ ബസ് സ്റ്റാൻഡിൽ അവർ ഈ കടമുറിക്കുള്ളിൽ ഇത്തരം ഒരു കാഴ്ച കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആശങ്കയുണ്ടാകും. അതേസമയം തന്നെ പത്തനംതിട്ട നഗരസഭ അധികൃതർ ഈ ഒരു ആരോപണത്തെ എതിർക്കുകയാണ്. ഇത് മാലിന്യമല്ല എന്നാണ് നഗരസഭ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഇത് മാലിന്യമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് അത് ഉത്തരവാദിത്തപ്പെട്ടവർ അന്വേഷിച്ച് കണ്ടെത്തണം. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ രീതിയിലാണ്. ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറുകളിൽ നിറയെ ഇങ്ങനെ ഈ ഭാഗത്ത് മുഴുവൻ, ഈ കടമുറിക്കുള്ളിൽ മുഴുവൻ ഇത്തരത്തിൽ 2 കടമുറിക്കുള്ളിലാണ് ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നാം നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ട്, നമുക്ക് കാണാം. ഇവിടെ ബേക്കറിയാണ്. പിന്നീട് അങ്ങോട്ട് പത്തനംതിട്ട നഗരസഭ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിനുള്ളിലെ കടകളാണ്. ബേക്കറി, ഹോട്ടൽ, അങ്ങനെ എല്ലാ കടകളുമുണ്ട്. ആ കടകളുടെ തൊട്ട് സമീപത്തുള്ള ഒരു കടമുറിക്കുള്ളിലാണ് നാം ഇപ്പോൾ കണ്ട ഈ കാഴ്ച ഉള്ളത്. ഇതാണ് വലിയ ഒരു ജനങ്ങൾക്കൊരു ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുന്നത്. ഏതായാലും ജനങ്ങൾ പറയുന്നത് നഗരസഭ ഉണർന്നു പ്രവർത്തിക്കണം. നാം ഇപ്പോൾ കണ്ട ദൃശ്യത്തിൽ കണ്ട ആ ഇടങ്ങളെല്ലാം എത്രയും വേഗം അത് ശുചീകരിക്കണം. ഒപ്പം തന്നെ വാഹനം കൊണ്ടുവന്ന് അവിടെ നിന്ന് മാലിന്യം കൊണ്ടുപോകുന്ന ആ ഒരു നടപടിക്രമം വളരെ ഊർജിതമാക്കണം എന്നുള്ളതാണ്. ഒപ്പം തന്നെ അവർക്ക് മറ്റൊരു പരാതി കൂടിയുള്ളത്, ഇപ്പോൾ നഗരസഭാ ബസ് സ്റ്റാൻഡിന്റെ ഒരവസ്ഥ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ യാർഡിന് തൊട്ട് സമീപത്ത് തന്നെയാണ് ഇങ്ങനെ വെള്ളം കൂടിക്കൂടിയത്. മലിനജലം എന്ന് തന്നെ പറയാം. വേസ്റ്റുകളൊക്കെ ഇവിടെ ഇങ്ങനെ കൂടിക്കൂടി. ഇതിനകത്തുകൂടെ ചവിട്ടിയാണ് യാത്രക്കാർക്ക് ബസ്സൊക്കെ കയറാൻ പോകേണ്ടത്. അത് യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ഒരു ആശങ്ക തന്നെയാണ്. കഴിഞ്ഞ ദിവസവും DMO ആരോഗ്യ വിഭാഗം അറിയിച്ചത് മലിനജലത്തിൽ ചവിട്ടുന്നവർ അല്ലെങ്കിൽ അത് എലിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ആണെങ്കിൽ അത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. നഗരസഭാ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്ന ആളുകൾ
ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഈ ബസ്സിൽ എനിക്ക് കയറണമെങ്കിൽ ദാ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി അങ്ങോട്ട് പോയെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പല ബസ്സുകളും നിർത്തിയിട്ടിരിക്കുന്നത് ഇങ്ങനെ മലിനമായിട്ടുള്ള ഈ ജലത്തിന് സമീപത്താണ്. അപ്പോൾ യാത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ ജലത്തിൽ ഇപ്പോൾ ആ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മണിച്ചിത്രത്താഴിൽ കണ്ടതുപോലെ ഇതേ വെള്ളം വെള്ളം എന്ന് പറയുമ്പോൾ ചാടി ചാടി പോകേണ്ട അവസ്ഥയാണ്. ഏത് ബസ്സിൽ കയറണമെങ്കിലും ദാ വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് ചാടി ചാടി പോകണം. ഇപ്പോൾ പ്രവീൺ കാണിച്ചു തന്നതുപോലെ. അതേ സുജിയ, മണിച്ചിത്രത്താഴിലെ പപ്പുവിൻ്റെ അവസ്ഥ തന്നെയാണ് യഥാർത്ഥത്തിൽ എല്ലാ യാത്രക്കാർക്കും ഉള്ളത്. ഈ കൊച്ചു കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പക്ഷേ നഗരസഭാ അധികൃതർ അവർ ഈ യാർഡിൻ്റെ ഇത് 3 ഇടങ്ങളിലായിട്ടാണ് നഗരസഭാ ബസ് സ്റ്റാൻഡിൻ്റെ യാർഡുള്ളത്. ഏറ്റവും അങ്ങേയറ്റത്തുള്ള യാർഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് ശാസ്ത്രീയമായിട്ട് അത് നടത്തുന്നുണ്ട്. പക്ഷേ ഇതിന് ചുറ്റുപാടുമെല്ലാം ഇങ്ങനെ മാലിന്യം കിടക്കുന്നതാണ് ആളുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ആശങ്കയായിട്ടുള്ളത്. അത് നമ്മൾ ആദ്യം കണ്ട ആ ദൃശ്യം എന്നുള്ളത് ആ കോമ്പൗണ്ട് കൂടി ഞാനത് ദൃശ്യത്തിൽ കൂടി കാണിച്ചു തരാം. ഇവിടെ ഒരു വലിയ മതിൽ വെച്ച് മറച്ചിട്ടുണ്ട്. ആ ബസ് കിടക്കുന്ന ആ ഭാഗത്ത് തൊട്ട് പുറകിൽ കാണുന്ന ആ മതിൽ അത് ഇങ്ങനെ ഷീറ്റ് വെച്ച് മറച്ചിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് അപ്പുറത്ത് കാണുന്നതാണ് നമ്മ ദൃശ്യത്തിൽ ആദ്യം കണ്ട മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലം. അപ്പോൾ അത്രയും വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ഒരു നഗരസഭാ ബസ് സ്റ്റാൻഡും മാലിന്യങ്ങൾ അവിടെ ഇട്ടിരിക്കുന്ന സ്ഥലവും തമ്മിൽ. ഏതായാലും ഇവിടെ നിന്ന് മാലിന്യം എത്രയും വേഗം നീക്കണം എന്നുള്ളതാണ്. എന്താ നിങ്ങൾക്ക് എന്തായാലും പരാതിയുള്ളത്? പരാതി വെച്ച് കഴിഞ്ഞാൽ എന്തോ ഇത് സ്റ്റാൻഡാണ് ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഇത്. നിങ്ങൾക്ക് മാലിന്യത്തിന്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ടോ? മാലിന്യത്തിന്റെ ഒരു രക്ഷയില്ല. ഇവിടെ ഇരിക്കാൻ ആഹാരം പോലും കഴിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ ശോചനീയമായ ഒരു അവസ്ഥയാണിത്. ഇത് എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ നല്ലതായിരിക്കും. കാര്യം ആൾക്കാർക്ക് വണ്ടിയിൽ നിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോലും സാധിക്കുന്നില്ല വെളിയിലോട്ടേ. പിന്നെ ഞങ്ങൾ മാറ്റിയൊക്കെ നിർത്തി ചിലപ്പോൾ വെളിയിലൊക്കെ നിർത്തിയൊക്കെ ആൾക്കാരെ ഇറക്കി വിടുന്നതൊക്കെ. ബസ് ജീവനക്കാരെ സംബന്ധിച്ചും സുജയ അവരും വലിയ വിഷമത്തിൽ തന്നെയാണ്. വിഷമവും നിരാശയും ഒക്കെ അവർക്കുണ്ട്. ഇതെന്നിനിയും എല്ലാം ശരിയാകും എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് സാധാരണക്കാരും ഒപ്പം തന്നെ ഈ ബസ് ജീവനക്കാരും എല്ലാവരും പറയുന്നത്. നഗരസഭയെ സംബന്ധിച്ച് അവർക്ക് ഇനിയൊരു വലിയ ഉത്തരവാദിത്തമുള്ളത് ഇനിയിപ്പോൾ ദിവസങ്ങൾ കഴിയുമ്പോൾ വർഷകാലം എത്തുകയായി. അതിനു മുമ്പെങ്കിലും ഈ മാലിന്യങ്ങളെല്ലാം ഈ പരിസരത്ത് നിന്ന് മാറ്റണം. ഒപ്പം തന്നെ ഇങ്ങനെ കുളമായി കിടക്കുന്ന ഈ ഒരു നഗരസഭ ബസ് സ്റ്റാൻഡ് യാർഡ് അത് തൽക്കാലത്തേക്കെങ്കിലും കുഴികളൊക്കെ ഒന്ന് അടച്ച് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ആക്കണമെന്ന്. ഈ പ്രശ്നത്തിൽ നഗരസഭ എന്താണ് ഇടപെട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയണം. ഇതിന് പരിഹാരം ഉണ്ടായേ പറ്റൂ. കാരണം ഇപ്പോൾ മഴ പെയ്യുന്നില്ല. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവീൺ ഇങ്ങനെ ചാടി ചാടി പോകാൻ പറ്റില്ല. പ്രവീൺ നീന്തി പോകേണ്ടി വരും. നീന്തലൊക്കെ ഒന്ന് പഠിച്ചു വെച്ചു അടുത്ത തവണ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോഴേക്കും. താങ്ക് യു പ്രവീൺ പുരുഷോത്തമൻ. നമുക്ക് ഇനി നോക്കേണ്ടത് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകളാണ്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു സന്ദേശം വന്നിട്ടുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുള്ള കിളിമാനൂർ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ കൂടി റിപ്പോർട്ട് ചെയ്യണം. ഉറപ്പായിട്ട് നമ്മൾ വരും. ഒന്നും അധികൃതരുടെ കണ്ണിൽപ്പെടാതെ എന്തൊക്കെ അവിടെ വെച്ചിട്ടുണ്ടോ അതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാനാണ് റിപ്പോർട്ടർ ആസ് എ മീഡിയ ആക്ടിവിസ്റ്റ് നമ്മൾ ഈ 4 മണി നേരത്ത് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ